നമസ്കാരം. ശശി തരൂറും കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ അകലുന്നു. 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് പ്രതിനിധീകരിച്ച MP ആയ, ഒരു തവണ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന തരൂറും കോൺഗ്രസ് പാർട്ടിയും തമ്മിലുള്ളൊരു അകലം അതിൻ്റെ മൂർച്ചയിലെ ഏറ്റവും പാരമ്യതയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പാർട്ടിയും തരൂറും തമ്മിലുള്ള ഈ ഒരു അകൽച്ച. കോൺഗ്രസ് വിടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ അദ്ദേഹം ചെയ്യും എന്നാണ് പല ഇടങ്ങളിൽ നിന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ പ്രായമായ അമ്മയുടെ അടുത്ത് പോയതിനാലാണ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയാത്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ആരംഭിച്ച ശീതകാല സമ്മേളനത്തിലുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ പാർട്ടി പാർലമെന്ററി ചെയർപേഴ്സൺ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇന്നലെ വൈകുന്നേരം യോഗം ചേർന്നു. പാർട്ടി മേധാവി മല്ലികാർജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്ന യോഗമാണ്. തരൂർ ഈ യോഗത്തിലും പങ്കെടുത്തില്ല. യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കാര്യം പാർട്ടി ഹൈക്കമാൻഡിനെ അറിയിച്ചതായി അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. തരൂർ പങ്കെടുക്കാതിരുന്ന രണ്ടാമത്തെ നിർണായകമായ പാർട്ടി യോഗമായിരുന്നത്. നേരത്തെ നവംബർ 18 സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ SIRന്റെ ഭാഗമായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള പാർട്ടിയുടെ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാഹുൽ ഗാന്ധിയും ഖാർഗെയും വിളിച്ച യോഗത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. തനിക്ക് സുഖമില്ലെന്നായിരുന്നു അദ്ദേഹം അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ തലേ ദിവസം വൈകുന്നേരം നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കുകൊണ്ടിരുന്നു. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ള പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗത്തെ അദ്ദേഹം പ്രശംസിച്ചതും കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും മറ്റു പാർട്ടികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ നിന്നൊക്കെയും തരൂർ അകന്നു നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലാണ് ആക്കിയിരിക്കുന്നത്. ഹൈക്കമാൻഡോട് വ്യത്യസ്തമായ നിലപാടുകൾ ആവർത്തിച്ചാണ് തരൂർ ഈ ഒരു ഘട്ടത്തിലൊക്കെ സ്വീകരിക്കുന്നത്. 2020 സോണിയാഗാന്ധിക്ക് കത്തെഴുതിയ G23 എന്നറിയപ്പെടുന്ന കോൺഗ്രസിന്റെ വിമത ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു തരൂർ. പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വലിയ പരിഷ്കാരം ആവശ്യപ്പെട്ടായിരുന്നു അദ്ദേഹം കത്തെഴുതിയത്. 2 വർഷത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗെക്കെതിരെ തരൂർ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ പാർട്ടിയുമായുള്ള ബന്ധത്തിൽ അതിവേഗം വഷളാകാൻ തുടങ്ങിയത് ഈ വർഷമാണ്. ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിനും മെയ് മാസത്തിലെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം സൈന്യത്തെയും ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയും പ്രശംസിച്ച് തരൂർ സംസാരിച്ചിരുന്നു. ഇതാണ് പാർട്ടി നേതൃത്വത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്. എന്നാൽ താൻ ദേശീയവാദിയാണെന്നും തനിക്ക് ഏറ്റവും ആദ്യം രാജ്യമാണെന്നുമാണ് തരൂറിന്റെ വിശദീകരണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആഗോളതലത്തിൽ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കേന്ദ്രം മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥനായ ശശി തരൂറിനെ ഏർപ്പെടുത്തിയിരുന്നു. ഇതും കോൺഗ്രസ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് എതിരെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിന് കൂടുതൽ കാരണമായി. വളരെ രസകരമെന്ന് പറയട്ടെ, കോൺഗ്രസ് തരൂറിന്റെ പേര് ഇത്തരമൊരു നയതന്ത്ര നീക്കവുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ചിരുന്നതേയില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തരൂറിന്റെ പരാമർശങ്ങളെല്ലാം തന്നെ പാർട്ടി നിലപാടിന് വിരുദ്ധമാണ്. കൂടാതെ തരൂറിന്റെ പ്രസ്താവനകൾ കോൺഗ്രസ് നിലപാടിനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് പാർട്ടിയുടെ നേതൃത്വം തന്നെ ആവർത്തിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നതിലും സൈന്യത്തെ പ്രശംസിക്കുന്നതിലും ഒക്കെ കോൺഗ്രസ് ആവർത്തിച്ച് ഇതിനെതിരെയുള്ള വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. എങ്കിലും മുൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനം രാജ്യമാണെന്നും രണ്ടാമതാണ് പാർട്ടി എന്ന കടുത്ത നിലപാടിലാണ് ശശി തരൂർ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.